ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നോക്കാം. അപ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ വമ്പൻ തള്ളാൻട്ടോ നിധിയുടെ അടുത്ത്. ഒരാളുടെ ലക്ഷ്യം അറിഞ്ഞാൽ അത് നേടിയെടുക്കുന്നത് വരെ അവരെങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആയാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നീതി പറയും, എൻ്റെ ഈശ്വര, വണ്ടി ഓടിച്ചാൽ മാത്രം പോരെ, ഇങ്ങനെ തള്ളണോന്ന്. അന്നേരം സുധീഷ് പറയും, കാലത്തെ നമ്മൾ തന്നെ തള്ളിയില്ലെങ്കിലേ ഒരു പട്ടിക്കുഞ്ഞു പോലും തള്ളാനുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഒരു ചമ്മലും ഇല്ലല്ലേ സ്വന്തം ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് എന്ന് നിധി ചോദിക്കുന്ന നേരത്തെ നമ്മുടെ സുധീഷ് പറയും, ചമ്മലോ? ആദ്യം ഒത്തിരിയൊക്കെ ചമ്മൽ കാണും, പിന്നെ അതങ്ങ് ശീലമായിക്കോളും. പിന്നെ ഇതിനൊരു ഗുണമുണ്ട്, ദിവസം നമ്മളിങ്ങനെ തള്ളുന്നത് കേട്ടിട്ട് നാട്ടുകാരങ്ങ് വിശ്വസിച്ചോളും ഇവൻ പറഞ്ഞേ ശരിയാണെന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നീതി അറിയും, ഒന്ന് മിണ്ടാണ്ടിരിക്കാവോന്ന്. അപ്പോൾ ഇത്തിരി നേരെ നമ്മുടെ സുധീഷ് അങ്ങ് മിണ്ടാതിരിക്കുക. എന്നിട്ട് പറയും, അതെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ പറഞ്ഞോന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് പോവാണല്ലോ, അപ്പോൾ നല്ല കുട്ടിയായിരിക്കണം, അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരുടെ അപ്രീതി ഒന്നും പിടിച്ചു പറ്റാൻ നിൽക്കണ്ട, അവിടെ നാലാളുണ്ടെങ്കിൽ നാല് സ്വഭാവക്കാരായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിധി പറയും, ശരി ബൂമറങ്കിളെന്ന്. ബൂമറങ്കിളോ അതെന്താ ചോദിക്കുമ്പോൾ, അല്ല, എന്നെ ഈ പ്രായത്തിൽ ഉപദേശിക്കാൻ നടക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് വിളിച്ചു പോയതാന്ന് പറയും. അന്നേരം നമ്മുടെ സുധീഷ് ആകെ തോറ്റ് മിണ്ടാണ്ടിരിക്കാൻ കേട്ടോ. അന്നേരം നിധി പറയും, എന്താ സൈലൻസ്? അല്ല, ഞാൻ എന്തു പറഞ്ഞാലും തള്ള് ബൂമറങ്കിൾ എന്നൊക്കെയല്ലേ നിധി പറയുന്നേ, പിന്നെ ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? എൻ്റെ സംസാരം ബോറടി ആയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിധി പറയും, ചില നേരമൊക്കെ ബോറടിയാണ്, അത് വിചാരിച്ചിങ്ങനെ സംസാരിക്കാതിരിക്കൊന്നും വേണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ സുധീഷ് മനസ്സിലിങ്ങനെ ഓർക്കും, അതങ്ങ് കൊടുത്താലോ എന്ന്. എന്നിട്ട് വണ്ടി പതുക്കെ ഒന്ന് ഒതുക്കിയിട്ട് നിധിയോട് പറയും, അതെ, ശരിക്കും എനിക്കൊരു സാധനം തരാനുണ്ടായിരുന്നു, തന്നു കഴിഞ്ഞിട്ട് ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു തന്നോ, എനിക്ക് കുഴപ്പമില്ല. അപ്പം നിധി പറയും, എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണേ? സുധീഷ് സാധനം എടുത്തോ എന്ന് പറയും. അന്നേരം ഒരു ഗിഫ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ, ഇതേ 2 ഉണ്ടംപൊരിയും 1 സുഖിയനും. എന്താ വേണ്ടേ? എൻ്റെ നിധി, ഇത് ആദ്യമായിട്ട് ജോലിക്ക് പോവല്ലേ, അതിന് എൻ്റെ വക എനിക്ക് കഴിയാവുന്ന ഒരു ഗിഫ്റ്റാണെന്ന് പറയും. അന്നേരം നിധിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നിധി അതൊന്ന് കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് തുറന്നു നോക്കുന്നത്, ഒരു വാച്ചായിരിക്കേ. അന്നേരം നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഓർക്കുന്നുണ്ട്, അയ്യോ, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് എനിക്ക് എന്നിട്ട് പറയോ, ഞാൻ ഇങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കാറില്ലാന്ന്. സാരമില്ല, തിരിച്ചു കൊടുത്ത് അതിൻ്റെ ക്യാഷ് അങ്ങ് വാങ്ങിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് കൊള്ളാലോ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ നിധി. ഇഷ്ടപ്പെട്ടോ? ഞാൻ വിചാരിച്ചത് ഞാൻ തന്ന ഉടനെ വലിച്ചെറിഞ്ഞേക്കുന്ന, അതെന്താ അങ്ങനെ തോന്നാൻ എന്ന് പറയട്ടോ നിധി. ഇത് ഞാൻ ഇപ്പം തന്നെ കെട്ടും എന്ന് പറഞ്ഞിട്ട് നിധിയുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഊരിയിട്ട് ഈ വാച്ച് അങ്ങ് കെട്ടുമ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിക്കാണെങ്കിൽ വാച്ചൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കയ്യിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ സുധീഷ് മനസ്സിലോർക്കുന്നുണ്ട്, അവളുടെ കൈയും ഈ വാച്ചും തമ്മിൽ നല്ല യോജിപ്പുണ്ടെന്ന് വർണ്ണിച്ചു കൊടുത്താലോ എന്നും പറഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം തന്നെ മനസ്സാക്ഷി പറയുന്നുണ്ട്, വേണ്ട സുധീഷേ, വേണ്ട, നീ വല്ലാണ്ട് അങ്ങ് പുകഴ്ത്തുന്ന നേരത്ത് നിധി ആ വാച്ച് സമ്മാനം കൊടുത്തിട്ടും പുകഴ്ത്താണല്ലോ എന്ന് പറഞ്ഞിട്ട് ഊരി വെക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് തന്നെ അത് വിഴുങ്ങാണ് കേട്ടോ. എന്താ പറയാൻ വന്നേന്ന് ചോദിക്കും നിധി. അതൊന്നുമില്ല, ഞാൻ ഈ വാച്ച് കൊണ്ടുവന്നപ്പോഴേ നിധിയുടെ കൈക്ക് ചേരുമോന്ന് വിചാരിച്ചിരുന്നു, അതിപ്പോൾ ഏതായാലും ചേർന്ന് കിട്ടി, സമാധാനമായി എന്ന് പറയും. അങ്ങനെ ഇവർ ആ ഓഫീസിലെത്താൻ കേട്ടോ. അവിടെ വെച്ചിട്ട് ബെസ്റ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. അന്നേരം നമ്മുടെ നിധി പറയും, അതെ, ഞാൻ ഇൻ്റർവ്യൂവിനല്ല പോകുന്നത്, ജോലിക്കാണ്, അതുകൊണ്ട് ഇവിടെ കിടന്ന് ചുറ്റി കറങ്ങി നടക്കണ്ട, ഇയാളുടെ പണി നോക്കി പോക്കോ എന്ന് പറയുന്നു. അതൊക്കെ നിധി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അങ്ങ് പോവാണ്. നിധി നേരെ ഓഫീസിലേക്ക് കയറാൻ കേട്ടോ. അന്നേരം ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടല്ലോ, അവരിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കേക്ക് കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അന്നേരം അവിടുത്തെ മാനേജറെ ഒരു പാർട്ട്ണറും കൂടി ഉണ്ട് കേട്ടോ, ഒരു സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് ഒരാൾ. അയാൾ വരികയാണ്. അയാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിധിയെ ട്രാപ്പിലാക്കാനുള്ള 2ാമത്തെ ആളാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നിധി കല്യാണം കഴിച്ചത് ഇവിടെയും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ അയാളുടെ ആ എൻട്രി മറ്റേ ആ മാനേജർ ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അയാൾ വന്നിട്ട് നമ്മുടെ നിധിയോട് പറയുന്നുണ്ട്, ഗോൾഡ് മെഡൽ വിന്നർ അല്ലേ, അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, ഞാൻ ശ്രമിച്ചോളാം സാറിന്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഒരു ഭാഗം. അതിൻ്റെ ഇടയിൽ നമ്മുടെ നികേഷ് വിളിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ജോബ് എന്ന് ചോദിക്കുന്നു. അധികം സംസാരിക്കാതെ വെക്കുന്നുണ്ട്. അതേമാതിരി സുഭാഷ് വിളിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ സുധീഷും അങ്ങ് വിളിക്കാട്ടോ.
അപ്പം നമ്മുടെ സുധീഷ് വിളിച്ചിട്ട് ചോദിക്കും, ഹലോ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നിധി പറയും, ഇയാളുടെ കൂടെ അല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, പിന്നെ എന്ത് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ആദ്യത്തെ ജോലിയാണല്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ജോലിക്കാ ഇവിടെ വന്നിരിക്കുന്നത്, ഇനി എന്നെ പിക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല, ഞാൻ തനിയെ വന്നോളാന്ന് പറയും. അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ, വേണ്ട വേണ്ട ഞാനങ്ങ് ബസ് കയറി വന്നോളാന്ന് പറയും. അപ്പോൾ ഓട്ടോ പിടിച്ച് വരാനാണ് കേട്ടോ നമ്മുടെ സുധീഷ് പറയണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പെട്ടെന്ന് വരാന്നൊക്കെ പറയുന്നു. അങ്ങനെ വെക്കാണ് ഫോണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നിധി ബസ് കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ ലേഡി സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ, കല്യാണം കഴിച്ചതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ആദ്യം, ഇല്ല അത് കണ്ടാൽ അറിയുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ നിധിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അന്നേരം സുധീഷിനെ വിവാഹം കഴിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അത് വിവാഹം ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് അതിനെ പറ്റി ഓർക്കണ്ട എന്ന് മനസ്സിലിങ്ങനെ പറയാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ഏട്ടനും ഉണ്ട് എന്ന് പറയും. എവിടെയാ സ്വന്തം ദേശം എന്ന് ചോദിക്കുമ്പോൾ തക്കലയിലെന്ന് പറയും. ഇവിടെ എവിടെയാ സ്ഥലം ചോദിക്കുമ്പോൾ നിധി ആകെ പരിങ്ങാണ് കേട്ടോ. നിധി പറയും, ശാസ്താമംഗലത്തിനടുത്ത് ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു പോകുന്ന വഴിക്ക് ഒരു നാടോടി സ്ത്രീ അങ്ങ് തട്ടിയിടാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നിധി അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവരെ എന്നുള്ള ആ ഭാവത്തില്. അങ്ങനെ അവര് സോറി ഒക്കെ പറഞ്ഞ് അവരുടെ പാട്ടിന് പോകുന്നു. നിധിയും ഈ ഒരു പെണ്ണും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണ് ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മുടെ നിധി ഇവരെ കുറിച്ചാണ് കേട്ടോ ഓർക്കുന്നത്, ഈ തട്ടിയിട്ട ആ സ്ത്രീയെ കുറിച്ച്. അപ്പൊ ആ ലേഡി സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി നീ ഇവിടെ ഒന്നും അല്ലേന്ന്. അല്ല, അവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, നിധിക്ക് അറിയോ അവരെന്ന്. അറിയത്തില്ല, പക്ഷെ നല്ല പരിചയമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എത്ര ഓർത്തിട്ടും നമ്മുടെ നിധിക്ക് അത് കിട്ടുന്നില്ല കേട്ടോ. പിന്നീട് ബസ്സിൽ കയറി പോവാണ്. അവിടെ നികേഷ് കാത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ബസ് ഇറങ്ങിയ ഉടനെ തന്നെ നികേഷ് വിളിക്കുന്നുണ്ട് കേട്ടോ, എടുത്തിന്ന്. പക്ഷെ നിധി അതൊന്നും കേൾക്കാതെ ഇങ്ങനെ ആ സ്ത്രീ തട്ടിയിട്ടത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നികേഷ് ചോദിക്കും, അല്ല എടുത്തി ഇവിടെ ഒന്നും അല്ലല്ലോ എന്ന്. എന്താടാ നീ പറഞ്ഞേ? അതെ, ഞാൻ വരുന്ന വഴി ഒരു സംഭവം ഉണ്ടായി, എന്നെ ഒരു സ്ത്രീ തട്ടിയിട്ടു, പക്ഷെ ആ സ്ത്രീയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടടാ, അതെവിടെയാന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയും. പിന്നീട് നിധി ഇങ്ങനെ ആലോചിക്കുമ്പോൾ നികേഷ് ഒരു ഫോട്ടോ എടുത്തതും ആ സ്ത്രീ എന്തിനാ എന്നെ എടുത്തത് എന്നൊക്കെ ചോദിച്ചത് നമ്മുടെ നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ നമ്മുടെ നിധിക്ക് മനസ്സിലാവാണ് കേട്ടോ അത് നികേഷിന്റെ അമ്മയാണെന്നുള്ള കാര്യം. അത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂല്.